എല്ലാ മാന്യപ്രേക്ഷകർക്കും മലയാളം വ്ലോഗ്സിലേക്ക് സ്വാഗതം. മലയാളം വ്ലോഗ്സിൻ്റെ കഴിഞ്ഞ എപ്പിസോഡ് വൻ വിജയമാക്കി തന്ന നിങ്ങൾ ഓരോരുത്തരോടും ഉള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടണും അമർത്തുക. ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നത് എൻ്റെ ചേട്ടനായിരുന്നു. എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇവിടെ ആനെ കൊണ്ട് കിട്ടുമ്പോൾ പുള്ളി ചിലപ്പോൾ എല്ലാവർക്കും ഞാൻ വെള്ളക്കുട്ടി പോകണമെങ്കിൽ അതിനെ കഴിച്ച് തീറ്റ വെട്ടിക്കൊണ്ട് കെട്ടിട്ട് വേണം എനിക്ക് വെള്ളക്കുട്ടി പോകാൻ. പക്ഷേ പുള്ളി എന്നോട് വിദ്യ എന്തല്ല, ആനപ്പണിക്കകത്ത് ചേട്ടനും അനിയനും കൂടെ പുറപ്പൊന്നുമില്ല. പച്ച തെറി മാത്രമേ അറിയാവുള്ളൂ. തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വെച്ച് ഞാൻ എൻ്റെ ഭാഗത്ത് ഒരു 60 രൂപ വന്നാൽ എന്നെ ഇവിടെ വെച്ച് തെറി ഒഴിവില്ല. പൂരപ്പുറമ്പിൽ 4 ആൾ കൂടുന്നിടത്ത് വെച്ചാൽ തെറി പറയാറുള്ളൂ. എന്താണെന്നറിയാമോ? നാണം കെട്ട് പഠിച്ചാലേ അത് മറക്കാതിരിക്കുള്ളൂ. എനിക്ക് പറഞ്ഞ വിദ്യ അല്ലാണ്ട് മോനെ ഇത് ഇങ്ങനെ ചെയ്യണോട്ടോ എന്ന് പറഞ്ഞാൽ നമ്മളെ മക്കൾ അത് ആനപ്പണി ചേർത്ത് എൻ്റെ മകന് ഞാൻ തരുന്നുണ്ട്. ഇപ്പൊ അവൻ ഒരു പോരായ്മ ഇല്ലാണ്ട് ഞാൻ്റെ കാര്യങ്ങൾ ഞാനിപ്പോൾ ഇവിടെ കേട്ടെടുത്താൽ ഞാൻ വല്ല കഴിക്കുമ്പോൾ ഞാനാഴ്ചയോടെ അതിൻ്റെ ബാക്കിയാഴ്ച ഞാൻ കിട്ടും. ആ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാ. ഇവിടെ ഇരുന്ന് ചെയ്താൽ മതി, ഇവിടെ ജോലി ഇപ്പൊ ഇവിടെ ഇരിപ്പുണ്ട്. അവനാ പണി ഇതെല്ലാം ചെയ്യും, പിണ്ടം വാരും, ആനയെ കുളിപ്പിക്കും, ഇതെല്ലാം ചെയ്യും. പക്ഷെ മോനേന്ന് വിളിച്ച് പറഞ്ഞു കൊടുത്താൽ പഠിക്കില്ല. എന്നെ പഠിപ്പിച്ചത് അങ്ങനെയാ, അതാ ഞാൻ പഠിപ്പിക്കുന്നത്. ഇപ്പൊ ഇത്രയും നാൾ ആഴ്ചയിൽ ഏറ്റവും നമുക്കൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമ്മളെവിടെയെങ്കിലും മതം അല്ലെങ്കിൽ ഒരു പ്രശ്നക്കാരനായ ആനയെ നിൽക്കാൻ പോയിട്ടുണ്ട്. പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അപ്പൊ അതില് നമ്മുടെ ഓർമ്മയിൽ നിൽക്കണം. ഓർമ്മയിൽ ഞാൻ ബസ്സുകാരൻ ഞാനാണ്. ഓണാട്ട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഓണാട്ട് കുട്ടി ആണ്. എല്ലാ രീതിയിലും വഴക്കുണ്ടാണ്. തൃശ്ശൂർ ജില്ല, എറണാകുളം ജില്ലയിലെ ആനക്കാർ ഭയന്നെയാണ്. ഇപ്പം അവിടുന്ന് വിറ്റ് പോകണം തൃശ്ശൂരിന്. അതിനും വേറെ ആളാണ്. അവിടെ പേര് കേട്ട ആനക്കാരൻ ഇവിടെ തൃപ്പൂണിത്ത് എഴുന്നള്ളിക്കാണ്ട് പുത്തൻ വീട്ടിൽ ചെന്നെന്ന് പറയും. ഒരു നേരം 8 ദിവസം ഇല്ലെങ്കിൽ തൃപ്പൂണിത്ത് ഒരു നേരം തലക്കിട്ട് കെട്ടാൻ പറ്റാതെയാണ്. അതിന് ഞാൻ ബില്ല് വരെ ഞാൻ കയറ്റിയിരുന്നത് തൃപ്പൂണിത്ത് ഉണ്ട്. അന്നേരം ഒരു കാര്യമാണ്, എനിക്കൊരു 17 വയസ്സുള്ളൂ. അതായത് ആന റവർപ്പന്തി ചാടും പോലെ ചാടും. ഞാൻ വെടികൊണ്ട് പായും പോലെ ഞാനും പായും. ഒത്തിരി വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. പല ആനകളെ കുത്തിയിട്ടുണ്ട്, എന്നെ ഇഷ്ടം പോലെ കുത്തിയിട്ടുണ്ട്, ഒത്തിരി ആനകളെ കുത്തിയിട്ടുണ്ട്. പക്ഷെ അതിന് ഞാൻ അവിടെ വിടൂല, അവിടെ തുടിക്കും. അന്നിപ്പോൾ ഇവിടെ ഒരു ആന വഴക്കുണ്ടാക്കിയാൽ ഇവിടെ ഇട്ട് നമുക്ക് തോട്ടിക്ക് വെട്ടിപ്പിടിക്കുകയോ തല്ലോ ഇടിക്കുകയോ ചെയ്യാം. അത് ആൾക്കാർക്കറിയാം, അത് ആന ചെയ്തതിനാണ് ചെയ്യണമെന്ന്. ഇന്നാണ് ഇത് മൊബൈലിൽ പിടിക്കും. നമുക്കില്ലാത്ത കുറ്റങ്ങളില്ല. ഈ ആന അയക്കുന്ന തലേക്കാലം ഞാൻ പറഞ്ഞ മൂത്തൊന്നായിട്ട് ചെന്ന് മൂത്തൂർന്ന ആന ദൈപ്പം അഴിക്കാൻ നിൽക്കുന്ന എൻ്റെ മരിയനെ ഇരുന്ന് അഴിക്കുന്നുണ്ട്. ആ ആന വടക്കനാഥ് ലൂട്ട് എന്ന് പോകുന്നു. ഒരു 16 കൊല്ലം മുമ്പാ. ഈ ആനയ്ക്ക് സ്വഭാവമുണ്ട്, 10 ആന ഒന്നിച്ച് കൂടുന്നിടത്ത് ഈ ആന വെച്ചു. അപ്പോൾ ഈ മൂത്തവണ്ണങ്കാർ കമ്മിറ്റിക്കാരനെ ഇതുപോലെ ഇങ്ങനെ ഒരു പരിപാടി കൊണ്ട് പോകാൻ പറ്റുള്ളൂ. ഞാൻ പൊക്കളാതെ കൊണ്ട് കയറി അവിടെ ചെല്ലും. പരിപാടി ഈ 10-75 ആനയും വന്നു. ഈ ആന തെറ്റും ഉറപ്പാ, ആരും കൊണ്ടുപോകാറില്ല ഇതിന്. അതുകൊണ്ടാണ് ചോദിച്ചത് എന്നോട്. പഴയ ഏട്ടക്കാർ ഇപ്പൊ പേരെന്ന് ഞാൻ പറയാനില്ല, അത് അമ്മാനിക്കുന്ന അവൻ പറയല. അത് പോയി പോകാത്ത ഞാൻ പോയി. അതെന്റെ ചെറുപ്പം, എന്റെ ചെങ്കുറ്റം. ആന എഴുന്നള്ളിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ആന ഓർമ്മ ഞാനിവിടെ ഒന്നും തെറ്റിയില്ലല്ലോ എന്ന്. ആന തെറ്റി പുറത്തിറങ്ങിയപ്പോൾ ഇഷ്ടം പോലെ മരങ്ങളിലേക്ക് ആ ചങ്ങനാലിന്റെ പുറത്തേക്ക് കയറി ഞാൻ കുറച്ചാണ് കൂടുതൽ ആനയും കുളത്തി. പിന്നെ എനിക്ക് ഈ കുന്തക്കോല് ഉപയോഗിക്കാനല്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ തല്ലും ചതിക്ക് പിടിക്കുകയും ചെയ്യും വേണ്ടേന്. ആനയായിട്ട് മുട്ടിക്കൂടാനായിട്ട് എനിക്ക് വണ്ടി കിടപ്പുണ്ട്. ഒരു 10 ഇടി ആനയ്ക്ക് തോച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ആന പറഞ്ഞ വണ്ടിയെ കയറി എനിക്ക് പോരാ. അപ്പോൾ ഒരു 1000 മൊബൈൽ എൻ്റെ ഏറ്റുമുണ്ട് ഇങ്ങനെ മുട്ടാൻ തുടങ്ങിയപ്പോൾ. അപ്പോൾ പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? സർക്കാരും പഴം മേടിച്ചു കൊടുത്താൽ ആന പോരുമോ? ആന കെട്ടി ആനെങ്കിലും പോവില്ല. ഞാനങ്ങനെ തന്നെ ചായം കൂടുതലെല്ലാം വിളിച്ചോണ്ട് ആന വന്നു. ഞാൻ ഈ തറയുടെ മുകളിൽ വലിയ നിലയ്ക്ക് വട്ടം കെട്ടി ആനയോടൊപ്പം ആനങ്ങനെ കളിച്ചു നടക്കുമായിരുന്നു. തങ്ങളെ ഇഷ്ടം പോലെ പോലും ഞാനങ്ങനെ തന്നെ അവിടെ ഞാനവിടെ മാറി ചായ കുടിച്ചൊന്ന് കൂടുതലായിട്ട് അപ്പുറത്തെ തറയിൽ പോയി കിടന്ന് തുടങ്ങി. ഒരു 3-4 മണി ആയപ്പോൾ എനിക്ക് നോക്കി. ഇപ്പോൾ ഇരിക്കുകയോ കുത്തുകയോ ഇല്ല, അതിൽ തിരക്കും തെക്കൊന്നുമില്ല, ആരും ശല്യമില്ല, പിന്നെ ഇനിയും കൊണ്ടുപോകില്ലെന്ന് പറഞ്ഞു. ഞാൻ 10 കൊണ്ട് കുത്തി കൊടുത്ത് വണ്ടിയെ കയറ്റി ആന ഇങ്ങോട്ട് ഞാൻ പോകുന്നു. അതൊരനുഭവം. ഇതേ അമ്പലത്തിൽ തന്നെ ഈ ആനയും കൊണ്ട് പോയി ഒരു 5 കൊല്ലം മുമ്പ് ഈ ആനയും കൊണ്ട്
ഊട്ടിന് കർക്കിടക ഒന്നാണ്. ഊട്ടിന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഊട്ടെല്ലാം കഴിഞ്ഞ് കുറേ ആനകൾ വന്നു. പുറവശത്ത് ഇറക്കി എത്തി ആനകൾക്ക് തീറ്റ പങ്കിട്ട് കൊടുക്കും എല്ലാവർക്കും. അപ്പോൾ 10-25 ആന ഈ ഒരു ഭാഗത്ത് തന്നെയുണ്ട്. അതിനകത്ത് ഇപ്പം അറിയുന്നവർക്കറിയാൻ പറ്റും. കേശു എന്ന് പറഞ്ഞാൽ നീ വിൽക്കാനുള്ളവർ മേടിക്കാനുള്ളതും മറിക്കാനുള്ളതിനകത്ത് പേരിന് വേണ്ടിയും പ്രശ്നത്തിന് വേണ്ടിയിട്ട് പിന്നെ കാശും കൊടുക്കേണ്ട ഈ ഊട്ടി കെട്ടി വലിച്ച് കൊണ്ടുപോകും കമ്മിറ്റിക്കാർ. ഒരാന കൊടുത്ത് ഞങ്ങൾക്ക് ഒരു കുട്ടം കിട്ടും, വേറെ ആന കിട്ടും. അത് നിന്നൊരു അടുത്ത ആനക്കിട്ട് കൂട്ടിയിട്ട് അങ്ങോട്ട് വരും. ഒരു ബിരിയാണി ഞാൻ നോക്കുമ്പോൾ ഞാൻ നിൽക്കുന്ന നോക്കുമ്പോൾ പാഞ്ഞു പോകും. ഇത് തന്നെ എന്നെ വിട്ട് അങ്ങനെ പോകാനിക്കില്ല. കൈ വിട്ടാൽ ഇത് തീരെ കൂട്ടവും. ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ജനങ്ങളുടെ ആരോ ഓട്ടോ കൂടെ ആയി കഴിഞ്ഞപ്പോൾ ഇതും തെറ്റി ഒത്തിരി പരിചയമില്ലേക്ക്. പക്ഷെ ഞാൻ എൻ്റെ കാലയിൽ ഇത് അതുപോലെ തുണി കൂട്ടി കെട്ടിയിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ മുഴുവൻ ആന വിളയാട്ടമായിരുന്നു, ടൗൺ മുഴുവൻ ആ കൊല്ലം. എൻ്റെ ആണെങ്കിൽ ഒരുപാട് ഓടിയില്ല, എനിക്ക് ഓടാവുന്ന വിധത്തിൽ ഇതേ കണ്ട് ചാടാനേ പറ്റുള്ളൂ. അതെന്തുകൊണ്ടാവും എനിക്കതൊന്ന് കൂട്ടാൻ പറ്റുള്ളൂ. ഈ ചങ്ങല ഉടമസ്ഥൻ മേടിച്ച് തന്നേക്കുന്നത് ഈ ആനയ്ക്ക് ഉപയോഗിക്കാനും കൂട്ടിക്കെട്ടാനും. അതിപ്പോൾ അന്നപ്പോൾ അവിടെ ഉള്ള ഒരാനക്കാരനും അത് ചെയ്ത് ഞാൻ കണ്ടില്ല. എനിക്കത് ഓടേണ്ടി വന്നില്ല. ഈ ടൗണിൽ കൂടെ ഇറങ്ങി ആന ഓടി ആരുടെ വയ്ക്കണത് നമ്മുടെ ആനയും കൂടെ പോയത്. ഇത് കണ്ടു വയ്ക്കണവർക്ക് ഈ ആനയാണെന്ന് അറിയാൻ പറ്റും. ആനയുടെ ഇപ്പോൾ ഓടിയെത്തു അതിന് എനിക്കില്ല. അപ്പോൾ ആയി ഞാൻ പോയിട്ടില്ല. ആയി പിന്നെ അവർ വിളിക്കാൻ ഞാനും പോയി. റിസ്ക്കുള്ള ഒരു ദിവസത്തിൽ ഞാൻ പിടിക്കും. എന്നെക്കൊണ്ട് പറ്റില്ലെങ്കിൽ പ്രായമൊക്കെ എൻ്റെ ആനപ്പം ഇതാ പറ്റുകയുള്ള കേട്ട് മതി. അല്ലാണ്ട് നമ്മൾ പേരും വേണ്ട, റെസ്റ്റും വേണ്ട, ഒന്നും വേണ്ട. പറഞ്ഞല്ലോ 4 ഗണത്തിൽ വരുന്ന അതില് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റുമോ, അതോ അതിന്റെ സ്വഭാവത്തിൽ അറിയാൻ പറ്റും? സ്വഭാവത്തിലാണോ? സ്വഭാവത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ക്ഷത്രിയൻ സുപ്രകോപി അതാ ഒറ്റ ദേഷ്യം ചെയ്യും. ആ ദേഷ്യം കഴിഞ്ഞാൽ പുള്ളിയൊക്കെ നമുക്ക് ഒരുപാടാൻ പറ്റും. അല്ല കേട്ടില്ല കാര്യമല്ലോ. മറ്റേ ഞാൻ പറഞ്ഞില്ല, ഈ റോട്ടിൽ ഈ അകൃതം പിടിച്ചിട്ടും ഈ വക മുഴുവൻ ചെയ്യും. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ അഴുക്ക് എത്ര പട്ടി ഇറന്നാലും അവൻ അഴുക്ക് കഴിക്കുക. തീറ്റയായിട്ട് തല്ലിക്കുടഞ്ഞ് വെള്ളമാണെങ്കിൽ നല്ല വെള്ളമേ കുടിക്കുകയുള്ളൂ. ആ വൃത്തിയായിട്ട് ഒഴുക്കി വൃത്തിയായിട്ട് ഇടാനും ബ്രാഹ്മണൻ അങ്ങനെ കണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. അത് ആനകളെ അറിഞ്ഞു കിട്ടണം. നമ്മളിപ്പോൾ ഒരു ആന കഴിഞ്ഞാൽ ആന എന്താണെന്ന് അറിഞ്ഞാൽ ആനയെ കൊണ്ടുനടക്കാനുള്ളതാണ്. നമുക്ക് അപകടം ചിലപ്പോൾ എനിക്ക് കിട്ടിയിട്ട് ഞാൻ മേടിച്ച പട്ടുകാരെല്ലാം കിട്ടും കേട്ടോ. ഇല്ലെന്നല്ല, എൻ്റെ 90% ഇത് വന്യമൃഗമല്ലേ. ഒരു 90% ഈ ആന എന്നാന്ന് നമ്മൾ അറിഞ്ഞു വെച്ച് കയറുക എന്നുള്ളത്. അല്ലാണ്ട് അതിന് ഓടിച്ചെന്ന് വെച്ച് തല്ലി ചാഴിച്ച് കൊണ്ടാടക്കി നശിപ്പി കൂട്ടിയാണ് ഈ ചത്തും കെട്ടും പോയി അപകടവും തടയും മുഴയും കിഴിയും വെട്ടി ഇതുപോലെ സംഭവിക്കുന്നു. അതല്ലേ ഞാൻ പറഞ്ഞേ, പഴയ ആൾക്കാരെന്ന് പറഞ്ഞാൽ പണം കൊടുത്ത ആനയെ മേടിച്ചാൽ പാവം കൊടുത്ത ആനക്കാരനെ മേടിക്കണം പറഞ്ഞത്. ആനക്കാരൻ്റെ കയ്യിലാണ് അതിൻ്റെ ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും ഇരിക്കുന്നത് ആനക്കാരൻ്റെ. ഞാൻ ആദ്യം പറഞ്ഞതല്ലേ, ഇപ്പോൾ സ്വർണം കൊടുത്താലും അംഗവസം ചികിത്സിച്ച് ഉടമസം കാര്യമായിട്ടൊക്കെ പറഞ്ഞു കൊടുത്താലും കൊണ്ടുപോകുന്നത് ഈ ആനക്കാരനെ കൊണ്ടുപോകുന്നത്. അവനതിനോട് ആത്മാർത്ഥയില്ലെങ്കിൽ എന്ത് കാര്യമുണ്ട്? എവിടെയും കിട്ടിയിട്ട് കുടിഞ്ഞു പോയിട്ട് ഷാപ്പിക്കള്ള് ഇല്ലാതായി, അപ്പോൾ കള്ളു കുടിക്കാൻ പോകണ്ടേ, 4 മണിയായി, അപ്പോൾ തീറ്റ കിട്ടില്ല. അന്നതാ കടക്കിനടുത്ത് കല്ലം മണ്ണുവാണോ, അന്നാ അതാ. നോക്കണമെന്നോ ആനകൾ നമ്മളെങ്ങനെ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരു 100 ആന എടുക്കും. ഒരു 80 ആനയ്ക്കും പാദരോഗമായിട്ടും ചീഞ്ഞു കൊടുത്ത് ഈ കാലുകളുടെ അസുഖങ്ങളില്ലേ, നിങ്ങൾ നോക്കിയോ, നിങ്ങളിപ്പോൾ തുടങ്ങിയല്ലേ ഉള്ളൂ. നിങ്ങൾ ഇതിനായിട്ട് ഇറങ്ങും. പാദരോഗം ഇല്ലാത്ത ഒരു 180 ആനയെ പോലും കിട്ടും. അത് എന്താ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ എവിടെ കൊണ്ട് ആന കെട്ടെന്ന് പറഞ്ഞാലും ഇതിൻ്റെ അണുക്കൾ ഒരു പാകമുള്ളൊരു ആനയുടെ അണുക്കൾ വരണമെന്ന് പറഞ്ഞാൽ ഒരു 2 കൊല്ലത്തേക്ക് ഒരു അണുക്കൾ പോകാൻ എടുക്കും. ഇപ്പോൾ ഏത് അമ്പലത്തിൽ ചെന്നാലും പാകമുള്ള ഒരു ആന നിന്നെയാണെങ്കിൽ ആ അമ്പലത്തിൽ തറി കെട്ടാൻ പറ്റുള്ളൂ, വേറെ തറി നോക്കി കെട്ടാൻ പറ്റുമോ? എന്തോരം ആനകളാവന്നും പോയും കെട്ടിയും പോകണം. അതൊക്കെ ഒന്ന് തൂത്ത് കഴുകി ഇച്ചിരി കീടനാശിനി, അതായത് അണുനാശിനി ഇടയ്ക്കൊന്ന് തേച്ച് കഴുകി ഒഴിച്ച് കളഞ്ഞാൽ കൊണ്ടുവരുന്ന ഇതുണ്ടാവില്ല. ഈ ഇതിനെ ചികിത്സ തീർത്തത് മാറില്ല അസുഖം. ഇത് വരാതെ ഇരിക്കുക എന്നുള്ളതാണ് എൻ്റെ ചികിത്സ. വരാതെ നോക്കുക. വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ മരുന്ന് വെള്ളത്തിൽ നിർത്തുമെന്ന് ഞാൻ പറയാം, ഒരു 100ക്ക് ഒരു 75% ആൾക്കും മെയിനായിട്ടുള്ള അസുഖമാണ് ഇപ്പോൾ പാതകം. അത് നിങ്ങളിപ്പോൾ തുടങ്ങിയില്ല, നിങ്ങളൊന്ന് അന്വേഷിച്ചു ഇപ്പോഴും അത് എല്ലാ ദിക്കും അന്വേഷിച്ചു. ഞാനിപ്പോൾ ഞാൻ കൊണ്ടുവന്ന പാതകം ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. നാളെ ഇതിന് വരുവാണെങ്കിൽ ഇതിൻ്റെ വിധിന്ന് കൂട്ടിയാണ്. ഞാനിപ്പോൾ വലിയ ആളൊന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പകുതിയായിട്ടുള്ളൂ.
ഇതിന് ഇനി അങ്ങനെ അസുഖം വരുവാണെങ്കിൽ അത് ഇതിന്റെ വിധിന്ന് കൂട്ടിയാൽ മതി. എന്റെ നോട്ടക്കുറവിൽ വരില്ല. ഞാൻ കഞ്ഞി കുടിച്ചില്ലെങ്കിൽ ശരി, എനിക്ക് എന്റെ കൃത്യനിഷ്ഠ ടൈംടേബിള് ഞാൻ കള്ളു കുടിക്കും, നല്ലൊരു മദ്യപാനിയാണ്. പക്ഷെ എന്റെ ആനയുടെ കാര്യം, എന്റെ കുടുംബത്തെ കാര്യം, എന്റെ മക്കളുടെ കാര്യം കള്ളി ഞാൻ കുടിക്കും. ആരുടെ ഇപ്പോഴും എന്നോട് കഴിക്കും, ഞാൻ കുടിച്ചിട്ടായിരിക്കും ഇപ്പൊ. അതിപ്പോ എനിക്ക് പറയാൻ പാടില്ല ഞാൻ ഇങ്ങനെയുള്ള ആളാണ്, ഞാൻ ഭയങ്കര ഡീസന്റാ അല്ലെ അങ്ങനെ ഇങ്ങനെയാണ്. എന്നെ അറിയുന്ന എല്ലാ ഉടമമാർക്കും, എന്നെ അറിയുന്ന എല്ലാ ഉടമമാർക്കും പൂർവ്വം എടുക്കുന്നുണ്ട്. എന്റെ മറ്റേ കയറാൻ വന്നാൽ പൂ പണിയാക്കടാന്ന് പറയും, ഞാൻ എഴുന്നേൽക്കില്ല. ഞാൻ എന്റെ വഴി ചങ്ങലമായിട്ട് ഞാൻ എന്റെ വഴിക്ക് എടുക്കും. പിന്നെ നമ്മുടെ മാന്യതയ്ക്ക് നമ്മൾ പോകും. നമ്മളെ ഭരിക്കാനും അല്ലെങ്കിൽ ചെയ്യരുതാത്ത കാര്യം ചെയ്തേ പറ്റുള്ളൂ എന്ന് മറ്റു പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലം അല്ല, നേരത്തെ ഞങ്ങളുടെയൊക്കെ പഴയ കാലം. ഈ നടന്ന അവസരമായിട്ട് അപ്പൊ ഈ തൃപ്പൂണിത്ത് ഞാൻ ചെന്ന മെയിൻ ആനകൾക്ക് അന്നൊക്കെ ഞാനും പറഞ്ഞില്ലേ കുട്ടിസാനേക്ക് കൊണ്ടുവെന്ന് പറഞ്ഞാൽ അത് ഒന്നുമില്ലൊരു കൂട്ടാനായിരിക്കും അല്ലേ ചെയ്യുന്നത്. അപ്പം അങ്ങനെ നിൽക്കുന്ന ആരും ആനയ്ക്ക് പിരിയുമ്പോൾ 2:30 മണിയാവും ശീവേലി തീരുമ്പോൾ. 8 മണിക്ക് എഴുന്നില്ല, ശീവേലി തീരുമ്പോൾ വീണ്ടും രാത്രി 8 മണിക്ക് കയറി വന്നു. ഇതിനോടിടയ്ക്ക് നമ്മൾ ഈ ആനയും കൊണ്ട് പോയി തെണ്ടി കിടന്ന് തീറ്റ ഉണ്ടാവും. ഓരോ വീട്ടിലേക്ക് 2 മണി ഓരോ 10 രൂപ ആനയൊന്ന് കൂട്ടണം. ഈ തീറ്റയും വെട്ടി ഇതിന്റെ തീറ്റയുടെ അറിയാൻ പറ്റില്ല, തീറ്റയും വെട്ടി ഇവിടെ വരുമ്പോൾ സന്ധ്യയാവും. പിന്നെ കഞ്ഞിയില്ല, അതാ പന്നീര് തീറ്റയും പട്ടി കിടപ്പും രാവിലെ. ഇപ്പൊ അല്ല, ഇപ്പൊ അവിടെ അടുക്കി വെച്ചാലില്ലേ പോയി പണിയൊക്കെ നമ്മൾ പോകും. കാരണം അത് കമ്മറ്റിക്കാർക്കറിയാം, കമ്മറ്റിക്കാർ ഉത്തരവാദിത്തോടുകൂടി ഒരു ആനയ്ക്ക് ഇത്ര ഓല അല്ല പനങ്കൈ, ഇത്ര ആനയുടെ ഭക്ഷണം ഇത്ര, ചോറ് ഇത്ര, നമ്മുടെ ആഹാരം എല്ലാം ഓക്കെ. അന്ന് ഇതല്ല. അപ്പൊ ഈ 2:30 വരെ ശീവേലിയും കഴിഞ്ഞാൽ നമ്മൾ ഈ 2 വരെ തീറ്റയും വെട്ടി ഇവിടെ പെരുക്കി വരുമ്പോൾ അന്നേരമല്ലേ നമുക്ക് വല്ലതും കഴിക്കാനും പിടിക്കാനും പറ്റും. പിന്നെ രാത്രി ചെയ്യുന്ന ഉറപ്പല്ലേ, ആ കഷ്ടപ്പാടാന്ന് പറഞ്ഞത്. രാത്രി 2:30 3 മണിയാവും മെയിൻ ആനകൾ കഴിയുമ്പോൾ. പിന്നെ എത്ര നേരം ഉറങ്ങാനുണ്ട്, അതായിരുന്നു ആനപ്പണി. ഇപ്പൊ എന്നാ, ഇപ്പൊ ശരിക്കും ആനക്കാരനെ നല്ലൊരു ആന കയറിക്കുന്നതിൻ്റെ കളക്ടറൊന്നുമല്ല. അല്ല ഞാൻ പറയണു, കളക്ടറൊന്നുമല്ല. എന്നാന്നറിയോ, ഇപ്പൊ ഒരു മത്സരം, ഇപ്പൊ ചെറിയ ചക്കമശ്ശേരി അങ്ങനെ മത്സരം അമ്പലത്തിൽ ഈ ആന ഇത്ര ലക്ഷം രൂപയ്ക്ക് കമ്മിറ്റിക്കാർ ഏൽപ്പിച്ചു. ഈ ആനയുടെ ഉടമസ്ഥൻ ഏൽപ്പിച്ചു, ആന വരാന്ന് പറഞ്ഞ് എഗ്രിമെന്റ് എഴുതി. ഉടമസ്ഥൻ ആന കൊണ്ട് പോവാ. ആന കളക്ടറിന് ഒന്നുമല്ല, ഞാനായി പറഞ്ഞേ. അതിപ്പോ അതിന് ഉടമസ്ഥൻ പറയും ആനക്കാരനെ കാണാതെ കണ്ടേക്കാൻ പറയും. ഉടമസ്ഥൻ കൽപ്പിച്ച ആനക്കാരൻ പോയി, എനിക്ക് ഓടുള്ളൂ എന്ന് പറഞ്ഞാൽ പോവാൻ പറ്റും. ഇത് വണ്ടിയാണ് വേറെ ഇവിടെ. ഈ ആനക്കാരൻ തന്നെ വേണം. അവൻ തലേദിവസം പറഞ്ഞെങ്കിൽ വേറെ ആനക്കാരൻ വന്നാൽ ആനക്കാരനാണെന്ന് പറഞ്ഞ എഴുതിയിട്ടുണ്ടെങ്കിൽ ആന പോയി. ഈ ആനക്കാരൻ തന്നെ വേണ്ടേ. അപ്പോഴും കണ്ടേക്കാൻ പറയും. അവൻ പറഞ്ഞ കാലം അവൻ മനസ്സിലായോ. കളക്ടറെക്കാരും പവറാ ഇപ്പോഴത്തെ കാലത്ത് ആനക്കാരന്റെ പവറെന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ നടന്നിട്ട് ഇപ്പൊ കർമ്മക്കാരന്റെ പവറ്, ചുട്ട കർമ്മക്കാരന്റെ പവറ് ഞങ്ങള്. അങ്ങനെയല്ല, ശരിക്കും ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ കേട്ടേക്കുന്ന ഒരു പൗരുഷത്തിന്റെ ഒരാള്. അപ്പൊ അത് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന പറഞ്ഞാൽ നമ്മളീ ഈ അവഞ്ഞ രീതിക്ക് നിൽക്കാറില്ല. അപ്പൊ എന്റെ സ്വഭാവം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പറ്റാത്തതാണെങ്കിൽ ഞാൻ എന്റെ വഴിക്ക് പോകുന്നു പറഞ്ഞില്ല. ഞാൻ മൊത്തത്തിൽ പറഞ്ഞ കാര്യം പറഞ്ഞ് അത്രയ്ക്കുള്ളൂ ആനക്കാരൻ്റെ വില. അത് ഈടാ ഇത് ഈടാ അവിടെയൊക്കെ ഇരുതാ മതി. ഈ ആന ഒരു ദിവസത്തേക്ക് പാട്ടത്തിന് എടുത്താൽ പിന്നെ കമ്മിറ്റിക്കാരുടെ വിചാരം അവന്റെ ആനയെന്നാണ്. ആ സ്വഭാവം കാണിച്ചാൽ ഞാൻ പറയുമ്പോൾ പണി അതല്ലേ ഞാൻ പൂരം മുടക്കി തന്നു. നമ്മളിപ്പോ ഒരു പുതിയ ആനയുടെ അടുത്തേക്ക് ചെല്ലുവാന്ന് വെച്ചു, ഇപ്പൊ പുതിയ ആളായിട്ട്. അപ്പൊ നമ്മൾ ആ ആനയെ മെരുക്കാൻ വേണ്ടി എത്ര സമയം അല്ലെങ്കിൽ എങ്ങനെയാ അത് ആനയുടെ തൂക്കം പോലെ ആണല്ലേ. വഴക്കുള്ള ആനയാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ അതിനെ കൈകാര്യം ചെയ്തിരിക്കും. വലിയ ശല്യം ഇല്ലാത്തതാണെങ്കിൽ 4 പേടിപ്പീരൊക്കെ പേടിപ്പിച്ച് 2 കൊട്ടും വെച്ച് കൊടുത്ത് 4 ഏർപ്പൊക്കെന്ന് പറഞ്ഞാൽ കഴിച്ചു. നല്ല ആന ഇപ്പം ഞാനാ പറഞ്ഞ ആനയൊക്കെയാണ് കെട്ടിയടിക്കാൻ പറ്റാത്ത ഒരു ആനയാണ് ആദ്യം ഞാൻ പറഞ്ഞത്. അത് ദിവസങ്ങളോട് അടിച്ചിട്ട് പരാജയപ്പെട്ടുകൊണ്ടാണ്. എനിക്ക് നടക്കില്ല, ആളൊന്നും മാറാൻ നടക്കില്ല, അത് കൊണ്ടടക്കണം മാത്രമേ. അതാണ് ആനക്കാരൻ്റെ തൂക്കം. ആ ആനക്കാരൻ പറഞ്ഞാൽ ഉടമസ്ഥരെ കേട്ട് വിട്ടു. അത് മറ്റൊരുത്തനില്ലേ നാളെ കൊണ്ടുപോകാൻ ഈസി ആയിട്ട്. അല്ലെങ്കിൽ വിരലെണ്ണാൻ അങ്ങനെ വലിയോട്ടും കിടപ്പുണ്ടെങ്കിൽ അതിന് കഴിവുള്ള അവനാണ് തൂക്കം. അതാണ് കളക്ടറേക്കാളും പവർ ആ പണിക്കുണ്ടെന്ന്. എല്ലാവർക്കും എല്ലാവരെയും ഒന്നും ഒഴിച്ചെത്താൻ പറ്റില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഭൂമിയോളം ശ്രമമാണ്. ആനയെ കഴിഞ്ഞും വലിയ മനസ്സുള്ളവന് ഒരു നല്ല ആനക്കാരനാവാൻ പറ്റും. പിന്നെ ഇതുങ്ങള് നമ്മുടെ കൂടെ കൂടണമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതുങ്ങൾ ഈ ഇപ്പോൾ കാട്ടിലാണെങ്കിൽ ഇതിന് കൂട്ടുകുടുംബമായിട്ട് അതിനെ പിടിച്ചുകൊണ്ട് വന്നേച്ച് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ആളാവണം. നമ്മളെ ആശ്രയിക്കുമല്ലേ, വേറെ ഒന്നുമില്ല. അതിനെ തല്ലിച്ചതച്ച് ചവിട്ടി കയറി നമ്മുടെ
ഇപ്പോൾ ഒരു ആചാരം വയ്ക്കുകയാണെങ്കിൽ ഗണപതിനെ അതിനെ തല്ലിച്ചതച്ച് തൊട്ട് കുറച്ച് കരിയ ഒരു ഐരാവതം വന്നതിന് മുകളിലേക്ക് കയറുന്നത്. എനിക്ക് തല്ലിച്ചച്ച് പണിയല്ലേ. അതിൻ്റെ അച്ഛനോ കുടുംബക്കാർക്കോ ആങ്ങളാർക്കോ അതിൻ്റെ കുടുംബം നടത്താൻ വേണ്ടി അല്ലാതെ ഈ പണി. അത് എത്ര പേര് ചിന്തിക്കുന്നുണ്ട്. അല്ലാത്തതുകൊണ്ട് ശാപ ഞാൻ പറഞ്ഞു. ഏതൊരു ആനക്കാരൻ കഞ്ഞി വയ്ക്കാൻ വശമുള്ളതുണ്ട്. വളരെ അപൂർവം. ഇത് കഴിക്കാൻ ആർക്കും ഗതികിട്ടില്ല. കാരണം ഇപ്പോൾ ഒരു ഉടമസ്ഥൻ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഒരു ശരാശരി ചിലവ് ഒരു 10,000 രൂപയൊക്കെ കൊണ്ടാണ് തടി വലിച്ച. ഞാനിപ്പോൾ ഒരു ആന കഴിക്കുകയാണെങ്കിൽ ഞാൻ പറയും, പണിത് ഞാൻ പാട്ടം എല്ലാത്തും എൻ്റെ വട്ട ചെലവിനും അതിൻ്റെ ചെലവിനും എൻ്റെ വീട് കഴിയാനും കൂടെ ഉള്ളതിൻ്റെ പൈസ കൊടുക്കാനും എനിക്കൊരു ഉച്ചവരെ പണിതാൽ മതി. ഞാൻ ഉടമസ്ഥന് പാട്ടം കൊടുക്കേണ്ടപ്പോൾ ഞാൻ വൈകുന്നേരം വരെ പണിയുണ്ട്. ഈ പ്രാകാരം മേടിക്കും. ഞാനാണെങ്കിൽ കാര്യം പറഞ്ഞിട്ടായിരിക്കും. ഞാൻ പണിത് പാട്ടം കൊടുത്തു എഴുന്നള്ളിപ്പ് എഴുന്നള്ളിപ്പം എടുത്തു. വൈകുന്നേരം വരെ ഇതിന് മുകളിൽ കയറുന്നതിന് തല്ലിച്ചേർത്ത് പണ്ട് കഴിഞ്ഞാൽ ഇനി തീറ്റവും വെള്ളം കൊടുക്കണം. അതും വഴക്കമുള്ളതാണെങ്കിൽ അതും കൊടുക്കില്ല. കാരണം ഇതിന് കലിപ്പ് കയറി ആമ്പുണ്ട് തിരിഞ്ഞു കൊടുത്തോ ഓടിക്കുകയോ നാളെ വഴക്കുണ്ടാക്കുകയോ ചെയ്യുമെന്ന് വെച്ചാൽ അതിന് പകുതി പോലും കൊടുക്കും. കലിപ്പില്ലായിരിക്കും. അപ്പം ഞാൻ ഞാനിപ്പോൾ ഒരു പറയുമ്പോൾ ഞാനിപ്പോൾ ഇപ്പോഴൊക്കെ ഞാനിങ്ങ് പാറിലേക്ക് ട്രെയിനൊക്കെ ആയി വലിയ ആഴ്ചയിൽ എനിക്ക് കള്ളത്തിലായി പോകാറില്ല. ഒരു പറമ്പിൽ ഒരു ദിവസം 10,000 രൂപ പണിയില്ല. ഞാനത് 3 ദിവസമായിട്ടാണ് പണി. എനിക്ക് ഉടമസ്ഥ പാട്ടം കൊണ്ട് കാര്യമില്ല. അവരുടെ കാശ് വേണ്ട. എനിക്ക് വെള്ളം കുടിക്കാനും എൻ്റെ വീട്ടിൽ അരി മേടിക്കാനും പോരെ, എൻ്റെ കൂടെ വെള്ളം പൈസ കൊടുക്കാനും വീട്ടിൽ കൊടുക്കാനും പോരെ. അപ്പോൾ എനിക്ക് 3 ദിവസമായിട്ട് വിടാൻ പോരെ. മറ്റേ ആനക്കാരനെ കുറ്റം വേണ്ട കാര്യമില്ല. സ്വയം 90% അവനാ ഫുൾ പണിയാൻ പണിതേ പറ്റുള്ളൂ. എന്നാലും അവൻ്റെ പണിക്കൂലി വെക്കുകയുള്ളൂ, കൂടെ വെള്ളം കൊടുക്കുകയുള്ളൂ. ഉടമസ്ഥ പാടേക്ക് കൊടുക്കണ്ടേ. അത് നിർബന്ധിതനാകും അത് പണിയാൻ. അവന് നമ്മളിപ്പോൾ അവനെ ഞാനല്ലേ പറഞ്ഞു എൻ്റെ കാര്യം മാത്രമേ ഞാൻ പറയുള്ളൂ, ബാക്കിയുള്ളവരെ ഞാൻ പറയൂലെന്ന് എടുത്തിട്ട് പറഞ്ഞ അതാണ് പറഞ്ഞത്. ഞാനാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 10-25 ബാലമത്സരത്തിന് പറഞ്ഞില്ലേ. ഇവിടുന്ന് ആന ഈ പുള്ളി കാണുന്ന എപ്പോഴാണെന്നറിയോ, ഞാൻ ഈ ആനയായിട്ട് സീസൺ വൃശ്ചമാസം ആകുമ്പോഴത്തേന് വന്ന് ഞാൻ പറഞ്ഞ ലോറിയൊന്നുമില്ല. വൃശ്ചമാസത്തിൽ ഞാൻ ഇരുമിച്ചാക്കൊക്കെ കെട്ടി എൻ്റെ കൂട്ടുകാരുമായിട്ട് ആനയായിട്ട് പോകും. അവിടെ ചെല്ലുമ്പോൾ പുള്ളി പരിപാടികൾ തരും. അതിങ്ങനെ നടക്കും. ഇതെല്ലാം കഴിഞ്ഞ് പരിപാടി തിരിച്ചു പോരില്ലേ. തിരിച്ചു പോരുമ്പോൾ പുള്ളി ആനയെ കാണുന്നുള്ളൂ. അതുവരെ നടക്കണേ. പിന്നെ ആനയെ പുള്ളി കാണുന്നില്ല. ഞാൻ പൈസ മേടിക്കാനും പാടില്ല. എൻ്റെ ആന ചിലവ് ഞാൻ കഴിപ്പിക്കുന്ന ഇന്നത്തെ പോലെ ട്രെയിനും ഇതൊന്നും ഇല്ല അന്ന്. അപ്പം നമുക്ക് നമ്മുടെ കുറേ തടിക്കച്ചവടക്കാർ ബന്ധങ്ങളുണ്ട്. ഞാൻ പണിത എൻ്റെ ചിലവ് കഴിക്കും, എൻ്റെ വീട് കഴിയും. പിന്നെ പലരും ശത്രുക്കാരും വിഷമമുള്ളവനൊക്കെ ഇതിനകത്ത് കുത്തുകാലപ്പുള്ളവനൊക്കെ വിളിച്ചു പാറ അവിടെ കൊണ്ടിട്ട് പണിയുണ്ട്, ഇവിടെ കൊണ്ടിട്ട് പണി. ഞാൻ ഈരാറ്റുമായിട്ടൊക്കെ പോയി ഞാൻ പറഞ്ഞു അവിടെ കിടന്നു പോയി. അന്ന് കല്യാണം കഴിക്കാത്ത കാലത്തൊക്കെ അതൊക്കെ വിളിച്ചു പറയും. അന്നേരം പുള്ളി പറയും ഞാൻ അവന് കൊടുത്തേക്കണം. കാരണം പുള്ളിക്കറിയാം ആന ഞാൻ അവന് കൊടുത്തേക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ പറയാൻ പറ്റും. അതേ പുള്ളി കേൾക്കണ്ടാവും. 1 രൂപ പോലും പുള്ളി ചോദിച്ചില്ല. ഞാൻ 1 വെള്ളി രൂപ പോലും ഞാൻ ഇന്ന് ഒരു രൂപയോടൊന്നും പാട്ടം കൊണ്ട് കൊടുത്തില്ല. ഇത് പ്രാക്ടിക്കാൻ മേടിച്ചിട്ടില്ല. ഞാൻ വൈകുന്നേരം പണിയുന്നതിന് ഓട്ടം കൊടുക്കണമെങ്കിൽ അത് കഴിക്കുക. ആനയ്ക്ക് കാര്യം വേണ്ടിയിട്ട് ആന കഴിക്കുള്ളൂ. എവിടെ ഒരു ആനയൊന്നും മറ്റൊന്നിന് പണി കഴിഞ്ഞാൽ ആന കുടിക്കുന്ന കഴിക്കൊന്നുമില്ല. അത് ബാഗും മേടിക്കില്ല. അപ്പോൾ ഒത്തിരി വ്യത്യാസങ്ങൾ എനിക്ക് എൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. ഇനിയിപ്പോൾ പണിയില്ലാതെ ഇത്രയും കാലം ഞാൻ ആരെയും കൂടെ പോയിട്ടില്ല. ഇത്രയും കാലം ഞാൻ പണി തുടങ്ങി എൻ്റെ ചേട്ടൻ്റെ കൂടെ നടന്നു. ഈ പണി എന്നാന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ല സ്വന്തമായിട്ട് ഇപ്പോൾ നമുക്കൊരു വണ്ടി ഉണ്ട്, അത് ഓടിക്കാൻ ആരും പഠിപ്പിക്കണ്ട. എൻ്റെ വീട്ടിൽ വണ്ടി കിടപ്പുണ്ട്, എൻ്റെ പിള്ളേർ പഠിപ്പിക്കില്ല, അവർ തന്നെ വിട്ടു എന്ന് പറഞ്ഞാണ് ഞാനിനി ഇറങ്ങി. പോരാത്തൊക്കെ പുള്ളി പറഞ്ഞതൊന്നും പുള്ളിയുടെ കുറേ പച്ചത്തെറിയാ പറയുള്ളൂ. കാരണം അത് നല്ല കാര്യമാണ്. നല്ല പോയി അങ്ങനെ ഞാൻ നടന്ന് പുറത്തിറങ്ങി. ഇന്ന് വരെ ഞാൻ ഒത്തിൻ്റെ കൂടെ പോയിട്ടില്ല. ഇന്ന് വരെ ഞാൻ ചുമതലയായിട്ടൊരു പണിയിലായിരുന്നില്ല. ഒന്നാമത് എനിക്കൊരു പേരുണ്ട്. ഇത്രയും കാലം എൻ്റെ കയ്യിലൊരു ആനയില്ലായിരുന്നില്ല. മറ്റേ സാധാരണ ഇപ്പോൾ ഒരാളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറേ ആൾ പണിക്ക് പോയി, അല്ലെങ്കിൽ പിന്നെ ഒരു ഇടക്കാലം കൊണ്ട് പണി കുറച്ചാൾ ഇല്ലാതെ വരും, പിന്നെ ഒരു ആന കിട്ടിയിട്ട് പോകണു. അല്ലെ അതുപോലെ ശ്രദ്ധിക്കുന്നവന് അടുത്ത ആന കൗല് ചെയ്തു വെച്ചിട്ട് ഈ ആന ഒഴിവാവുള്ളൂ. എനിക്കതല്ല. എനിക്ക് ഇന്നിപ്പോൾ ഈ ഇരിപ്പി പറ്റുള്ളൂ ഞാൻ ദേ നിൽക്കുന്നു പറയും. അപ്പം എന്നെ ഇറങ്ങാൻ നിൽക്കുന്ന ആൾക്കാർ വിളിക്കാൻ നിൽപ്പുണ്ട്. എനിക്ക് അപ്പം എൻ്റെ അനുഭവത്തിൽ ഇന്ന് വരെ എനിക്ക് പണിയിലായിരുന്നു. ഇന്ന് ഞാൻ ഒന്നാവനെ തുടങ്ങിയാലും പോലെ ഒന്നാണ്. ഓട്ടൻ്റെ കൂടെ ഞാൻ പോയിട്ടില്ല. അതിനൊക്കെയുള്ള ഒരു വാദമാണ്. അത് എന്നോടും പറയാം. അതിനെപ്പോൾ ഒത്തിരി പേരുണ്ടാവില്ല. ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിലും. അതുപോലെ കൂടുതൽ ഈ ഇടച്ചിലുള്ള ആനകളെ കൊണ്ടുവന്ന നല്ല ഗുണമെന്നോ ഞാൻ പറഞ്ഞില്ലേ. ഇതുപോലെ ഒരു ഉടമസ്ഥന്റെ അടുത്ത് പിടിയാനെ കിട്ടിയാലും മതി. കാര്യങ്ങൾ പറഞ്ഞവർക്ക് മനസ്സിലാവും. ഒരു വഴക്കില്ലാത്ത ആന മതി. അവർക്കറിയാൻ കാര്യം. അപ്പോൾ അവരുടെ മതി നമ്മൾ നോക്കുന്നുണ്ട്. നമ്മളെ അവരങ്ങനെ നോക്കും. ഇപ്പം ഈ ബിസിനസ് ലെവലിലുള്ള ഉടമസ്ഥന്മാരില്ലേ, അവരുടെ അടുത്ത് ആന കയറണമെങ്കിൽ മറ്റൊരുത്തിന് പറ്റാത്ത ആനയാവണം. അപ്പം താങ്കളും ഈ പുള്ളി ഒക്കെ ചെന്ന് അഴിച്ചുകൊണ്ട് പോകുന്ന ആനയാണെങ്കിൽ നമ്മളെ കഞ്ഞിപ്പുള്ളി അതൊക്കെ ചേരാന്ന് പറയും.
ഞാൻ ആദ്യം കുട്ടികളുടെ കാര്യം പറഞ്ഞില്ലേ, കത്തിച്ച് കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞില്ലേ, ഞാനിവിടെ കിട്ടുകയെന്ന് പറഞ്ഞാൽ പുള്ളി ഇരുന്ന് ആലോചിക്കും, നീ പിന്നെ ആരെ വിളിക്കും, ഇയാളെ കിടക്കും. വന്നവനാലോചിക്കും ഇത് കുത്തും, ഇത് പോയിട്ട് അതായത് അതാണ് വഴക്കുള്ള ആനകളെ, നല്ല ആനക്കാരൻ വഴക്കുള്ള ആനകളെ ഇഷ്ടപ്പെടുള്ളൂ. അല്ല എല്ലാ ആനക്കാരും കൊണ്ട് കാര്യമില്ല. ചപ്പൻ കടലും ഒക്കെ നോക്കാവുന്ന ആനയാണ് നമുക്ക് തൂക്കം തന്നത്. നമ്മളെ പവർ നമ്മളൊക്കെ തൂക്കം തന്നെ ആന. അതായത് വേറെത്തിനും കണാഗുണമുള്ളതൊന്നും അഴിച്ചു കെട്ടാൻ പറ്റാതെ വഴക്കുള്ളൊരു ആന നമ്മളെ അഴിച്ചു കയറ്റിക്കിട്ടല്ലേ. ഞാൻ ആന ഗുണമൊക്കെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ഓളം പോലെ കയറ്റല്ലെന്ന് ആനകൾ മാറിപ്പോവും. ഞാനും കയറ്റി ഇടയും കൂട്ടി കയറ്റി ഇടയും കൂട്ടിക്കഴിഞ്ഞാൽ ബാക്കി കൂട്ടാനുകൾ ഒന്നിരിക്കുള്ളൂ. ആരെ കുത്തി എറിഞ്ഞാൽ വെള്ളക്കളെ ആന നിൽക്കുന്നിടത്തും മറ്റേ ഈ പുറകിലേക്ക് ഇരിക്കണമെങ്കിൽ മറ്റൊരാളുടെ വാലൊക്കെ ഇനി വന്ന് അതിൻ്റെ മുഖത്തേക്ക് ഉണ്ടാവില്ല അപ്പ കുത്തുവാണ്. എത്ര ആനകൾ കുത്തുന്നു. അതുപോലെ അത് നിന്ന് കഴിഞ്ഞാൽ 10 പട്ടി കിടന്നാൽ അത് ആന വേറെ ആരെ തേക്കാൻ നമ്മളില്ല ഒന്നും ചെയ്യുമ്പോൾ കുത്തിയിട്ടുള്ള അതിൻ്റെ തീറ്റ ഏതെങ്കിലും ആന വാരിയാൽ ഇനി തിരിഞ്ഞിട്ടോ ഒറ്റ ഇരിയാൻ വെച്ചോട്ടാ ഒരു നേരെയാണ്. അത്രയും ചാങ്കരൻ ആനയാവും. ഒരു 10-35 കൊല്ലം മുമ്പുള്ള സംഭവമായിരിക്കും എൻ്റെ ചെറുപ്പത്തിൽ. ഞാൻ പറഞ്ഞില്ലേ ആന പന്തി ആടുമ്പോൾ ഞാൻ വെടിയുടെ ആടുമ്പോൾ അന്നലെ എനിക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പൊ അന്ന് നമ്മളിപ്പോൾ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ഇതിന്റെ പേടി എന്നാന്ന് പറയാൻ സത്യം പറഞ്ഞ വാശിയായിരുന്നു. അങ്ങനെ ആന ഞങ്ങൾ പോയി അങ്ങനെ ആനയായിട്ട് ഇപ്പൊ ഇവിടെ ആന പ്രശ്നം ഉണ്ടാക്കിയാൽ ഇവിടെ വെച്ച് ആനയായിട്ട് കൂട്ടുക. അന്ന് ആ കാല ഇന്നത്തെ പോലെയല്ല. അപ്പൊ ആനയ്ക്ക് പറയാം ലാസ്റ്റ് ആന തൂക്കുകയത്. ഇപ്പൊ ഇവിടെ വെച്ച് ആന വളർത്തണമെന്ന് വെച്ചാൽ ഇപ്പൊ ഈ തോട്ടിന്ന് പറഞ്ഞ സാമാനം മാണ്ടാനുള്ളതല്ല. അത് വരും. ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ എന്റെ കാലം പോയെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സത്രത്തെ ശരീരത്തില്ല. കാരണം പ്രായമായതൊക്കെ ആയി. ഒരു നല്ലൊരു തോട്ടിയ വടിയൊക്കെ ഒരു ആനക്കാരന്റെ കൈ ഇരുന്നാൽ ആ ആന അതിനകത്ത് കിടന്ന് കറങ്ങും. അവിടെയൊക്കെ മണ്ണ് തിന്നു അവിടെ കിടന്നു. അത് കുറേയൊക്കെയാണ് അറിയണം. അല്ലാണ്ട് ചുമ്മാ അതിനെ തല്ലിക്കൊണ്ടിട്ട് കാര്യമില്ല. ചെയ്യേണ്ടപ്പോൾ ചെയ്യണം. അത് അവിടെ കിടന്ന് കറങ്ങുന്നു. പിന്നെ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ആന ആദ്യം ആലോചിക്കും ഇന്നേരത്തെ വെട്ടി തോട്ടിക്ക് വെട്ടി വലിച്ചടിക്കുന്നു. അതായില്ലേ അപ്പൊ അതല്ലേ പറഞ്ഞ അർക്കടം പഴം മുഴുത്ത് വിട്ടൊന്നും ആന എല്ലാരും പറയില്ലേ ആനകളെ സ്നേഹിച്ചാൽ മതിയെന്ന്. ശരി, ഞാനത് സമ്മതിച്ചു. എന്റെ സംഭവത്തിൽ ഇവിടെ ഇറങ്ങി പോകുമ്പോൾ ഞാനിപ്പോൾ ആനയിച്ച് പുറത്തേക്ക് പോകുകയാണെങ്കിൽ അത് ഇവിടെ നിൽക്കുമ്പോൾ അവളെ കണ്ടില്ലെങ്കിൽ പറഞ്ഞ് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കും. എന്നാ കാരണം അറിയോ? അത് കൊടുത്തു ചെയ്യണം. അവളെ ഞാൻ ഇവിടെ കൊടുക്കണം. ഇപ്പൊ ഇവിടെ ഈ അടുക്കളയിൽ ഒരു കടുക് വറുത്ത മണം വന്നാൽ അതൊന്നും ആറിയിട്ട് കിട്ടാൻ സമ്മതിക്കില്ല. അത് ഇപ്പം അപ്പുറം ആദ്യം പോയി ഞാൻ വിലക്കില്ല. ആ പൈപ്പും തുറന്നിടും. അത് എന്നാലും അതെല്ലാം കിട്ടണം. അവൾ കൊണ്ട് കൊടുക്കും, പിള്ളേർ കൊണ്ട് കൊടുക്കുള്ളൂ. അത് അങ്ങനെപ്പെട്ട കൊച്ചാ. അത് അവർക്കല്ലേ പറ്റുള്ളൂ. അവരിത് തടി വലിക്കാനുണ്ടോ? എഴുന്നള്ളിക്കാൻ കൊണ്ടുണ്ടോ? ഇത് കൊണ്ടുപോകണം ഞാനല്ലേ. ഞാൻ കൊണ്ടുപോകണം. എന്നെ പേടി ഉണ്ടെങ്കിലല്ലേ എന്നോട് വരുള്ളൂ. രാത്രി ഉറക്കളിക്കാൻ ഇതൊരു വട്ടുമല്ലോ ഉണ്ടോ? അതിന് ഇഷ്ടമാണോ? അപ്പൊ പെമ്പർനോത്തിയും പിള്ളേരും ചെയ്യുന്ന വെച്ചാൽ സ്നേഹിച്ചു കൊണ്ടു നടക്കാം. അതാണ് സ്നേഹിച്ചാൽ കുഴപ്പമില്ല, അവർക്ക് കുഴപ്പമില്ല. ഞാനല്ലേ വേണ്ട. ഇപ്പൊ ഈ നേരത്തെ ഇത് പറഞ്ഞോണം ഒരു ലോറിയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ കയറ്റാൻ കൊണ്ട് ഓടിച്ചെന്ന് ചാടി കയറുവാന്ന്. ഇപ്പൊ കയറാൻ മടിയാ. കാരണം അത്ര നേരം ഇവിടെ മാറിയിക്കണ്ടേ. ഇവിടെ ചാപ്പാടും കഴിച്ച് പോകാൻ പോലെ ഈ രാത്രി ഉറക്കളിക്കുകയും ചെയ്യണം, അമ്പലത്തേക്ക് നടക്കുകയും ചെയ്യണ്ട്. അത് തടി വയ്ക്കാനാണ് തടി വയ്ക്കുക, കഴിക്കാനും പാടില്ല. അപ്പൊ ഈ സ്നേഹിക്കണത് പറ്റും. ഉടമസ്ഥന് സ്നേഹിക്കാൻ പറ്റും. അവരെന്നൊക്കെ തടി വലിപ്പിക്കാനുള്ള ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യിക്കുന്നില്ല. നമ്മളതാണോ? ഇഷ്ടമില്ലാത്ത കാര്യങ്ങളല്ലേ നമ്മൾ ചെയ്യിക്കുന്നത്. അത് നമ്മളെ പേടിയുണ്ടെങ്കിൽ നമ്മളൊരു ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം രാത്രി ഇപ്പൊന്നും ഇപ്പം നമ്മൾ വളരെ ഈ പലർ ഭാഗത്ത് ഞാൻ സ്ഥിരമായിട്ട് ഇന്ന കാലം നടന്നതാണ്. ഒരു 9 മണിക്ക് പകൽപ്പൂരാണ് തീരും. എന്നു വെച്ച് ഇതുങ്ങൾ എവിടെയെങ്കിലും പോയി പുറത്തു പോയാൽ അവിടെ പുറത്തു പോയപ്പോൾ ഇതുപോലെ ഈ അമ്പലപ്പുറത്തൊന്നും കെട്ടിയാൽ നിങ്ങൾ ഉറക്കളിച്ച് നിൽക്കുള്ളൂ, കിടക്കില്ല. എന്നിട്ട് നിങ്ങൾ 1 മണിക്കോ 2 മണിക്കോ ഒന്നുകിൽ രാത്രി എന്നപ്പോൾ 6-8 കഴിക്കാൻ ചെല്ലുക. എന്ത് ഇഷ്ടമായിട്ടാണ് നമ്മളോട് ഇത് പറഞ്ഞത്? അല്ലെങ്കിൽ ഇച്ചിരി ഉള്ളിൽ മാറ്റി കെട്ടി ഉറങ്ങിക്കൊടുത്ത് വെച്ച് ഉറക്കത്തിന് വിളിച്ചേപ്പിച്ചായിരിക്കും. അമ്പലക്കാർ തലക്കെട്ടിട്ടാൻ വരുമ്പോൾ വരാതിരിക്കാൻ പറ്റും. ഒരു പാട്ടക്കൊണ്ടായിരുന്നു വിളിച്ചേപ്പിച്ചായിരിക്കും ഇതിനോട് വന്നത്. എന്നെ പേടിയില്ലെങ്കിൽ എന്നെ കുത്തി കൊല്ലുമല്ലാണ്ടല്ലോ ഇത് ആന കൊല്ലുമോ? ഈ ചർക്കരം പഴം കൊടുത്താൽ മതിയോ? എന്റെ അമ്മൂന്നത്തെയും പിള്ളേരും ചർക്കരം പഴം കൊടുത്താൽ അന്ന് അവരൊന്നും കൊണ്ട് എഴുന്നേൽക്കാൻ പറഞ്ഞാൽ നടക്കുമോ? അപ്പൊ ജനത്തിന് ഇത് പലതും പറയാം. അങ്ങനെ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞു? അതിന്റെ രീതി അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇത് പറയണ ജനത്തിന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്നാണെന്നറിയോ?
ഇത് നിങ്ങളോട് എൻ്റെ ഭാഷ പറഞ്ഞ് നിങ്ങളോട് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അത് ഞാൻ താഴ്ത്തിട്ട് പറയാം. എന്നെ ഞാൻ പറഞ്ഞാൽ വേറെ രീതിയിൽ പറയും. മറ്റേപാടി പറയാന്ന് പറഞ്ഞാൽ ഈ ആവശ്യമില്ലാതെ നിങ്ങൾ ഊതരും. ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ പണിയുടെ കാര്യത്തിൽ തന്നെ പറഞ്ഞില്ലേ, ഇപ്പം അവന് പാട്ടം കൊടുക്കുന്നതിനോ ചെയ്തേ പറ്റുന്നു. ഈ ഇപ്പോൾ രണ്ടെണ്ണം പിടിച്ച് എന്നെ സംബന്ധിച്ച് ഞാനൊരു രണ്ടെണ്ണം പിടിച്ചിട്ട് അടിയാനിരിക്കട്ടെ, ഞാനതിൻ്റെ അടിയിലാണ് അതെ കെട്ടിപ്പിടിച്ച് കിടക്കും. എനിക്ക് ന്യായം കൂട്ടുള്ളൂ. എൻ്റെ കൈ മുഴുവൻ അത് എന്നെയും തപ്പിക്കൊണ്ട് അവിടെ. ഇത് തന്നെ മറുപടി ചെയ്തവരുണ്ട്. അവനെ കുടിച്ചേക്കുന്ന കലിപ്പ് മുഴുവൻ നിങ്ങളെ തല്ലി തീർക്കാൻ, ഉപദ്രവിക്കാൻ. അതൊന്നും ചെയ്തിട്ടാവില്ല. ഇത് കണ്ട് ജനങ്ങൾ ഇത് കാണുക. ഒരു 100 പോലീസുകാരെടുക്കുക, 10 പേര് പിഴയാണെങ്കിൽ ബാക്കി പോലീസുകാരും തൊപ്പികളും കഞ്ഞിന്നല്ല നമ്മൾ പറയുന്നത്. നമ്മൾ ആ കണ്ണുകൊണ്ടല്ലേ കാണുന്നത്. ആ വ്യത്യാസം മനസ്സിലാക്കണം. എല്ലാവരും ഒരു തട്ടി കൂട്ടരുത്. അതാണ് ഞാൻ പല കാര്യങ്ങളും പറഞ്ഞു. ഇതിനകത്ത് ഒരുപാട് വ്യത്യാസങ്ങളും പല കാര്യങ്ങളുണ്ട്. ഈ പണി നാറിപ്പിട്ടു പോയെന്നും പലരും പല നല്ല ആനക്കാർ ഈ പണി നിർത്തിയെന്നും ഈ കണ്ട വേറെ പരിപാടികളൊക്കെ നോക്കി പോണതിൻ്റെ ഒക്കെ ഉദ്ദേശം അതാണ്. ഇപ്പം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മൊബൈൽ പണി പഠിക്കുന്നു, മൊബൈൽ അനുസരിച്ച് മുമ്പോട്ട് പോകും. അപ്പം ഇത് ആരെങ്കിലും കൊണ്ട് ഈ പല ഗോഷ്ഠികൾ കാണിക്കുകയും അപ്പം അവന് തിന്നാനും കുടിക്കാനും കിട്ടുക, അപ്പം ഒന്ന് കുത്തി പിടിക്കാൻ ഒരു ആണിയും വെച്ചേക്ക് കിട്ടും. എത്ര നിങ്ങൾ ആ കോടതി കയറി ഇറങ്ങിയേക്കണതിൻ്റെ കേസുകളൊക്കെ ഉണ്ടായിരുന്നു. ഇത് നമ്മളിത് ഞാനും ആണി വെച്ച് കൊടുത്തു. എന്തിനാണെന്നറിയാമോ? നമ്മളിപ്പോൾ ഒരു അമ്പലപ്പുറത്ത് ചെല്ലുമ്പോൾ ആന കുഞ്ഞ് നിൽക്കാൻ പാടില്ല, അത്യാവശ്യം നൂർന്ന് നിൽക്കാം. അത് നമ്മൾ അവിടെ ഇട്ട് കുത്തുമല്ല. അതിപ്പോൾ നമ്മളതിൻ്റെ അറ്റത്ത് അത് ഇവന്മാരിതിങ്ങനെ ആക്കിയതാ. ഒരു ഇത് വെച്ചിപ്പം നേരെ നിൽക്കുമ്പോൾ നമ്മളതിൽ കുത്തി പഠിക്കും കളിക്കും. അല്ലെങ്കിൽ അറിയാൻ പാടില്ല, ഇങ്ങനെ കാണിക്കും. അപ്പം നമ്മളിവിടെ കുത്തുമ്പോൾ അതിങ്ങനെ കാണിക്കും. അത് കുത്തി കയറ്റുമല്ല, അത് നമ്മൾ പഠിപ്പിക്കുക, പിന്നെ അത് ഉപയോഗിക്കുമല്ല. അത് നമ്മളൊരു അമ്പലപ്പുറം സഭ വെച്ചിട്ടുണ്ടെങ്കിൽ ആനക്കരി നേരെ ഇല്ലാന്ന് പറഞ്ഞാൽ ആനക്കറിയാം. ഇത് കൊണ്ടുപോയിട്ട് ഭദ്രപോട്ടിനെ കുത്തി കയറ്റി തോറ്റുണ്ടാക്കിയപ്പോൾ ബാക്കിയുള്ളവരെ ഇങ്ങനെ നാണം കെട്ടുക. ഈ തായനാട് ആനക്കാരനൊക്കെ ഇപ്പോഴും കേസ് കേട്ട കോടതി ഇത് മത്സരത്തിൽ നിന്ന് ഞാനും മത്സരങ്ങളെ കൊണ്ടുവരുന്നുണ്ട്. ആ ഏറ്റവും നിൽക്കുന്ന ആന മാത്രം ഞാൻ കൊണ്ടുവന്നുണ്ട് കൊല്ലങ്ങൾ. പിന്നെ അത് നമ്മൾ ട്രെയിനിൽ പഠിപ്പിക്കുക, പഠിപ്പിക്കാൻ വേണ്ടി നമ്മളിത് ഇന്നാന്നൊക്കെ ഉള്ള കാണിച്ചു കൊടുത്താൽ ലെവലിലേക്ക് ഒന്ന് നമ്മൾ പറഞ്ഞും കേട്ട് ഇടയ്ക്ക് അടിയൊക്കെ വെച്ച് കൊടുത്ത് ഇതാ സെറ്റപ്പിന് ആക്കിയിട്ടാൽ പിന്നെ അമ്പലത്തേക്ക് ഇറങ്ങുമ്പോൾ നേരെ നേരം ആനക്കറിയാം. ആനയോട് എത്ര നേരം നിൽക്കുന്നു അത് ആനയോട് നിൽക്കും. അതിന് പകരമാണ് ഈ വീക്കാണിയും കുത്തി കയറ്റി വെച്ച് കുത്തിവിട്ടത്. അപ്പോൾ പോയിൻ്റെ അവിടെ പോയി മൊത്തത്തില ഇതായില്ലേ പോലീസുകാരായിരുന്നു. നമ്മൾ ഓരോന്നും പഠിപ്പിച്ചെടുക്കുക. ഇതിപ്പോ കാട്ടിക്ക് നടക്കുന്ന ഇതിന് ഇപ്പൊ ഇങ്ങനെ വന്നു നിൽക്കാനും അമ്പലത്തിൽ വന്നു നിൽക്കാനും തലക്കിലും ചണ്ടയുടെ ഒച്ചയായിട്ട് അത് ജീവനുകൊണ്ട് പോകില്ലേ, പടക്കം കേട്ടാൽ ജീവനുണ്ട് പോകില്ലേ. ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചെടുക്കുമല്ലേ. കളി കളിക്കാതെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുമല്ലേ. ആ പഠിപ്പിക്കുന്ന ഒരു ഗുരുവിന് വിദ്യാഭ്യാസം ഉണ്ട്, അതാണ് ചെയ്യേണ്ടത്. അല്ല അതിന് മുമ്പ് ഈ വേലാലിനൊക്കെ കാറ്റിക്കൂട്ടി പലരും പള്ളി രീതി കാണിച്ചു കൊടുത്ത് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞില്ല, ഞാനെങ്കിലും അങ്ങനെയെങ്കിലും പാടില്ല. ഇവരെന്നായാലും ഈ ആന തന്നെ സഹിക്കുന്നുണ്ട്. അവർ കാശ് മുടക്കി തന്നെ ഇതിന് അവർക്കും ഒന്നും കിട്ടണമില്ല, അവർക്ക് അതിന് പരാതി ഇല്ലെന്നോ. അത് ഞാനെങ്കിലും പാടില്ല. എന്നെയും മാറി കാണിക്കാൻ മതി. എനിക്ക് പറ്റിയ പഴയ അമ്പലങ്ങൾ പോലെ പഴയ ആൾക്കാർ പഴയ കമ്മിറ്റിക്കാരൊക്കെ ഇങ്ങനെ പോകില്ല, ഞാനും പോകില്ല.